CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും നിലവിൽ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു സംശയമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആരാണ് എന്നുള്ളതിൽ ഇപ്പോൾ തീരുമാനമായി എന്നുള്ളത്. ഇതുകൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒട്ടനവധി താരങ്ങൾ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ക്ലബ്ബ് വിട്ടേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതൊന്നും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ സൈനിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടും ISL അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായിട്ടുള്ള നോഹ സദോയുടെയും കൂടാതെ തന്നെ അഡ്രിയ ലൂണയുടെയും ആ ഒരു വാക്ക് തർക്കത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് തന്നെയാണ്. അന്നത്തെ ആ ഒരു മത്സരത്തിന് ശേഷം തന്നെ അഡ്രിയ ലൂണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നം മാത്രമാണ്, ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ പോയ ഉടനെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഉറപ്പായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നും കൂടാതെ തന്നെ അന്നത്തെ അപ്പോഴുള്ള ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് എന്ന തരത്തിലൊക്കെ ആയിരുന്നു ലൂണ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുകൊണ്ട് നോഹയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്. അപ്പോൾ ഏതായാലും നോഹ പറഞ്ഞ മറുപടിയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഏതായാലും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോഹ സദോയ് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഈ ഒരു ചോദ്യം എന്നോട് എന്തായാലും നിങ്ങൾ ചോദിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾ മുതിർന്ന പുരുഷന്മാരും ടീം അംഗങ്ങളും തന്നെയാണ്. ഇത് ഒരു തെറ്റായ ആശയവിനിമയമായിരുന്നു എന്ന് എനിക്ക് മത്സരദേശമാണ് തോന്നി തുടങ്ങിയത്. നിമിഷത്തിന്റെ ചൂട് അഥവാ ആ ഒരു നിമിഷത്തിന്റെ ചൂട് മൂലമാണ് ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മത്സരത്തിന് ശേഷം തന്നെ ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് വൃത്തിയായി പറഞ്ഞ് തീർത്തിട്ടുമുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് അന്ന് നോഹ സദോയുടെയും കൂടാതെ തന്നെ അഡ്രിയ ലൂണയുടെ ആ ഒരു സംഭവത്തെക്കുറിച്ച് നോഹ സദോയ് ഒരു ക്ലാരിഫിക്കേഷൻ ആരാധകർക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും അന്ന് മുതൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും നോഹ സദോയ് ഒരു സെൽഫിഷ് മാൻ ആണെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നതും. ഏതായാലും എല്ലാവരും ഒന്നോർക്കുക, ഈ ഒരു സീസണിൽ ഇത്രയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് FC എത്തിയിട്ടുണ്ടെങ്കിൽ അത് നോഹ സദോയ് എന്നുള്ള ആ ഒരു താരത്തിന്റെ ഹാർഡ് വർക്ക് മൂലം മാത്രമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഓർത്തുകൊണ്ട് മാത്രം അദ്ദേഹത്തെ വിമർശിക്കാൻ വരിക. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ പരിശീലകനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഇവാൻ വുക്കോമാനോവിച്ച് എന്ന ആ ഒരു സെർബിയൻ പരിശീലകൻ പോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു രീതിയിലും കുളം പിടിച്ചിട്ടില്ലായിരുന്നു. ഏതായാലും അതിനുശേഷം മിക്കാൽ സ്റ്റേറെ വന്നു. മിക്കാൽ സ്റ്റേറേക്കാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിലൊന്നും തീറ്റിപ്പോറ്റാൻ അഥവാ അവർക്ക് നല്ല രീതിയിലൊരു പ്ലാൻ പകർന്നു കൊടുക്കാനും നല്ല രീതിയിൽ മത്സരങ്ങളൊന്നും വിജയിച്ചു പോകാനും സാധിച്ചിട്ടില്ലായിരുന്നു. ഏതായാലും അതിനുശേഷം അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലെ പരിശീലകരായിരുന്ന തോമസും കൂടാതെ തന്നെ TG പുരുഷോത്തമയുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും അവർ വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൽ നല്ലൊരു മാറ്റവും നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും ഇനി അടുത്തൊരു സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഒരു പരിശീലകനെ അഥവാ ഒരു പ്രോപ്പറായിട്ടുള്ള മുഖ്യ പരിശീലകനെ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പുതിയ പരിശീലകൻ റെഡിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും അതിനെക്കുറിച്ചുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കടക്കാം. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് FC നിലവിൽ യൂറോപ്പിൽ നിന്ന് അവരുടെ പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും സ്പെയിനിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഇറ്റലിയിൽ നിന്നും എന്നിവിടങ്ങളിൽ നിന്നാണ് പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC തേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറ്റാലിയൻ മാനേജറായിട്ടുള്ള ഗിനോ ലെറ്റിയോരി എന്ന പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ചും കൂടാതെ തന്നെ ISLയിലെ പരിശീലകനായിട്ടുള്ള മൊളീന, ലൊബേറ, ഹബാസ് എന്നിവരെല്ലാം നിലവിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നല്ല രീതിയിൽ ISL എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു സീസൺ അഥവാ അടുത്തൊരു സീസണിലേക്ക് വേണ്ടിയിട്ട് സ്വന്തമാക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരത്തെ തന്നെ കുറിച്ചാണ്. അത് ജീസസ് ജിമ്മിസ് എന്നുള്ള ആ ഒരു താരത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ജീസസ് എന്നുള്ള ആ ഒരു താരത്തിന് നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് ഒരാൾ കളിക്കാനുണ്ടെങ്കിൽ അഥവാ നല്ലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു സീസണിലാണെങ്കിലും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ളതും ജീസസ് തന്നെയാണ്. ഏതായാലും നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രകാരം ISLയിലെ തന്നെ വമ്പന്മാരായിട്ടുള്ള ടീമുകൾ നിലവിൽ ജീസസ് ജിമ്മിസിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജീസസിനോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിലെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള മുഹമ്മദ് ഐമനെയും ISLയിലെ വമ്പന്മാർ നോട്ടമിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ISLയിലെ 3 ടീമുകളാണ് നിലവിൽ ഐമന് വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇതുവരെയായിട്ടും ആ ഒരു 3 ടീമുകൾ ഏതാണെന്ന് നമുക്ക് കൺഫേം ആക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ
അഭിപ്രായം പറയുകയാണെങ്കിൽ ഐമനെയൊക്കെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു ക്ലബ്ബ് അടപടലം മൂഞ്ചിയ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിൽ അവസാന മത്സരമൊക്കെ ആയപ്പോഴേക്കും ഐമന്റെ ഒരു ഉജ്ജ്വല പ്രകടനം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐമനെയൊക്കെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെയാവും അവസാനം പാതാളത്തിലെത്തുക. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയൊരു സൈനിങ് ശ്രമത്തെക്കുറിച്ചാണ്. നമുക്കറിയാം കുറച്ചധികം ദിവസങ്ങളെ അഥവാ കുറച്ചധികം മാസങ്ങളോളമായി കേരള ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗ് എന്നുള്ള മുംബൈ സിറ്റിയുടെ വിങ്ങറെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. ഏതായാലും നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രകാരം ബിബിൻ സിംഗിന്റെ ഒരു കോൺട്രാക്ട് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി മുംബൈ സിറ്റി എഫ് സിയുമായി അവസാനിക്കുന്നതാണ്. ഇതുവരെയായിട്ട് മുംബൈ സിറ്റി എഫ് സിയും അദ്ദേഹവുമായിട്ട് കോൺട്രാക്ട് പുതുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും നടന്നിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ബിബിൻ സിംഗ് ആ ഒരു ടീം വിടാനാണ് സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആ ഒരു താരത്തെ നിലവിൽ നോട്ടമിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. 1.4 കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് ബിബിൻ സിംഗിനെ ടീമിലേക്ക് എത്തിക്കുന്നത് വലിയ രീതിയിലൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുംബൈ സിറ്റി എഫ് സി അദ്ദേഹത്തിന് മികച്ച പ്രകടനമൊന്നും ഇതുവരെയായിട്ടും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിബിൻ സിംഗിനെ പോലുള്ള താരങ്ങളെ കൊണ്ടുവരുന്നതിന് പകരം നല്ല രീതിയിൽ യങ് ആയിട്ടുള്ള നല്ല രീതിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഗുണകരമാവുന്നതാണ്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.